5 രൂപയ്ക്ക് വയറ് നിറച്ച് ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥാപനമാണ്. ആന്ധ്രാപ്രദേശിൽ ഒരുപാട് ഏരിയയിലായി ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ കാണുന്നത്. ഇതൊരു ബ്രാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഗവൺമെൻറ്റിൻ്റെ ഒരു ബ്രാൻഡ്. വയറ് നിറച്ചും ആളുകൾക്ക് 3 നേരം 3 ഐറ്റം ഭക്ഷണമാണ് ഇവിടെ കൊടുക്കുക. ഏത് ടൈമിൽ വന്നാലും ഒരു ടോക്കണ് 5 രൂപ എന്നുള്ളതാണ്. ആരും പട്ടിണി കിടക്കരുത് എന്നുള്ള രീതിക്കായിരിക്കാം ഗവൺമെൻറ്റിൻ്റെ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അങ്ങനെ ഞാനും ഇതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ടോക്കൺ എടുത്ത്. ഇവിടങ്ങളിൽ ഈ നിറച്ച് വെച്ചിട്ടുള്ളതൊക്കെ തന്നെ കുടിവെള്ളമാണ്. ഒരുപാട് ക്യാനുകളാണ് ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുള്ളത്. ആ ക്യാനുകൾ കണ്ടാൽ തന്നെ മനസ്സിലാക്കാമല്ലോ എത്രത്തോളം ആളുകൾ ഇവിടെ വരുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ നമുക്ക് ഫസ്റ്റായിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പ്ലേറ്റ് തന്ന് അതിലേക്ക് ബസുമതി റൈസിൻ്റെ ഒരു ചോറാണ് ഫസ്റ്റ് എടുത്തത്. പിന്നെ 2 ഐറ്റം കറികൾ, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നല്ല കട്ടിയുള്ള തൈര് കിട്ടി. പിന്നീട് അതിൻ്റെ കൂടെ ഒരു അച്ചാറും കിട്ടി. ഇതാണ് 5 രൂപേൻ്റെ ഫുഡ്. ഇത് ഗവൺമെൻറ് ചെയ്യുന്ന സേവനമാണ്. 5 രൂപയ്ക്ക് ഫുഡ് കൊടുക്കാൻ കഴിയുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംരംഭം ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നിങ്ങനെ ആലോചിപ്പിച്ചത്. ഈ നാട്ടിലെ ആളുകൾ പട്ടിണി കിടക്കരുതേ എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടായിരിക്കാം ഗവൺമെൻറ് ഇതുപോലൊരു സംഭവം കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ നാട്ടിലുണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. നമ്മൾ കഴിച്ച പ്ലേറ്റ് വാഷിങ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഏരിയയിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അവിടെ വാഷിങ്ങിനായിട്ട് ഒരാൾ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. അവരത് രണ്ടാമത് വാഷിങ് ചെയ്തിട്ടാണ് പിന്നീട് നമുക്ക് ഫുഡ് അതിൽ വിളമ്പാൻ വേണ്ടിയിട്ട് തരിക എന്നുള്ളതാണ്. അത്യാവശ്യം ഹൈ ക്വാളിറ്റി പിന്നെ ഹൈജീനിക്ക് എന്നെല്ലാം വിശേഷിപ്പിക്കാം. വയറ് നിറച്ചും കഴിക്കാൻ ഉള്ള ഈ ഒരു ഫുഡ് കൊടുക്കുന്ന ഈ ഒരു ഗവൺമെൻറ്റിനെ ഒരു ബിഗ് സല്യൂട്ട് അല്ലെങ്കിൽ ഒരു അഭിനന്ദനം. ഇത് ഹൃദയത്തിൻ്റെ ഭാഗത്തു നിന്നാണ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് നമ്മൾ ആ പ്ലേറ്റ് കൊണ്ടുവന്ന് അവിടെ വെച്ച് കൊടുത്ത് പുറമേ നിന്ന് ഒന്ന് ചുറ്റി കാണുമ്പോൾ ഇതുപോലെ അവിടങ്ങളിലെല്ലാം തന്നെ ഇരിക്കാനുള്ള ഏരിയകളുണ്ട്, ടോയ്ലറ്റ് ഉണ്ട്.